Given below are the highest temperature in degree Celsius one day in 40 towns. Make a frequency table. അതായത് താഴെ 40 ടൗൺസിലെയും ഹയസ്റ്റ് ടെമ്പറേച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഫ്രീക്വൻസി ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. ഫ്രീക്വൻസി ടേബിളിൽ 3 കോളംസ് ആണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താ ഉള്ളത്? തന്നിട്ടുള്ളത് എന്താ? ടെമ്പറേച്ചേഴ്സ് ആണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളം ടെമ്പറേച്ചേഴ്സ്. പിന്നെ അടുത്തത് ടാലി. അടുത്തതോ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് ഓരോ ടൗണിലെയും ആണല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ടൗൺസ്. ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഏതാണ്? 23 ആണ്. പിന്നെ ഏറ്റവും വലുത് 47 ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഏറ്റവും വലുത് 47 ആണ്. അപ്പോൾ ഈ 23യും 47യും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? ഇതിൽ ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷണൽ നമ്പേഴ്സും ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാക്കിയാൽ 20 to 24, 24 to 25 അങ്ങനത്തെ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം 20 to 24, അടുത്തത് 25 to 29, അടുത്തത് 30 to 34, അടുത്തത് 35 to 39, അടുത്തത് 40 to 44, അടുത്തത് 45 to 49. അത് മതി, 49 വരെ മതി അല്ലേ. 47 ആണ് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ ക്ലോസ് ചെയ്യാം. ലാസ്റ്റ് ടോട്ടൽ എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യത്തത് 41 ആണ് അല്ലേ. ആദ്യത്തെ നമ്പർ 41 ആണ്. 41 ഏതിലാണ് വരിക? 40 to 44 വരിക. അപ്പോൾ നമുക്ക് 40 to 44 ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 23 ആണ്. 23 വരിക 20 to 24 എന്നതിലാണ്. അപ്പോൾ ടാലിയിൽ 1 എഴുതാം. ഇനി അടുത്തത് 32 ആണ്. 32 വരിക 30 to 34 അപ്പോൾ അതിൽ ടാലിയിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇനി അടുത്തത് 40 ആണ്. 40 ഏതിൽ വരും? 40 to 44 അപ്പോൾ അതിൽ ഒരു ലൈൻ കൂടി വരയ്ക്കാം. ഇനി അടുത്തത് 25 ആണ്. 25 ഏതിൽ വരും? 25 to 29 ആണ്. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 30 ആണ്. 30 ഏതിൽ വരും? 30 to 34 അപ്പോൾ അതിൽ ഒരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്ത 38 ആണ്. 38 ഏതിൽ വരും? 35 to 39 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 47 ആണ്. 47 ഏതിൽ വരും? 45 to 49 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 40 ആണ്. 40 ഏതിൽ വരും? 40 to 44 അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 39 ആണ്. 39 ഇതിൽ വരും? 35 to 39 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 26 ആണ്. 26 ഇതിൽ വരും? 25 to 29 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 31 ആണ്. 31 ഇതിൽ വരും? 30 to 34 അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 37 ആണ്. 37 ഇതിൽ വരും? 35 to 39 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 32 ആണ്. 32 ഇതിൽ വരും? 30 to 34 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 36 ആണ്. 36 ഇതിൽ വരും? 36 35 to 39 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 41 ആണ്. 41 ഇതിൽ വരും? 40 to 44 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 30 ആണ്. 30 ഇതിൽ വരും? 30 to 34 അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ അഞ്ചാമത്തത് കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 25 ആണ്. 25 to 29 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 27 ആണ്. 27 ഇതിൽ വരും? 25 to 29 അല്ലേ. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 30 ആണ്. 30 ഇതിൽ വരും? 30 to 34 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 29 ആണ്. 29 ഇതിൽ വരും? 25 to 29 അതിൽ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ അഞ്ചാമത്തത് കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 40 ആണ്. 40 ഇതിൽ വരും? 40 to 44 അതിൽ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ അഞ്ചാമത്തത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്ത 38 ആണ്. 38 ഇതിൽ വരും? 35 to 39 അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉണ്ട്. അഞ്ചാമത്തത് കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 36 ആണ്. 36 ഇതിൽ വരും? 35 to 39 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 43 ആണ്. 43 ഇതിൽ വരും?
40 to 44ലാണ്, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 37 ആണ്, 37 ഇതിൽ വരും. 35 to 39ലാണ്, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 28 ആണ്, 28 ഇതിൽ വരും. 25 to 29ലാണ്, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 27 ആണ്, 27 ഇതിലാണ് വരിക. 25 to 29ലാണല്ലേ, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 32 ആണ്, 32 to 34ലാണ് വരിക, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 36 ആണ്, 36 ഇതിൽ വരും. 35 to 39ലാണല്ലേ, അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 38 ആണ്, 38 ഇതിൽ വരും. 35 to 39ലാണ്, അപ്പോൾ അതിൽ ഒരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 36 ആണ്, 36 ഇതിൽ വരും. 35 to 39ൽ തന്നെയാണ്, അപ്പോൾ അതിൽ ഓൾറെഡി 4 ആയിട്ടുണ്ട്, അപ്പോൾ അഞ്ചാമത്തത് കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ. അടുത്തത് 33 ആണ്, 33 ഇതിൽ വരും. 30 to 34ലാണ്, അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 32 ആണ്, 32 ഇതിൽ വരും. 30 to 34ലാണ്, അപ്പോൾ അതിലൊരു ലൈൻ കൂടി വരയ്ക്കാം. അടുത്തത് 28 ആണ്, അത് 25 to 29ലാണ് വരിക അല്ലേ, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 27 ആണ്, അതും 25 to 29ലാണ് വരിക, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 23 ആണ്, അത് 20 to 24ലാണ് വരിക, അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 26 ആണ്, അത് 25 to 29ലാണ് വരിക, അപ്പോൾ അതിൽ ഓൾറെഡി 4ലുണ്ട്, അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. അടുത്തത് 28 ആണ്, 28 ഇതിൽ വരും. 25 to 29ലാണ് അല്ലേ, അപ്പോൾ അതിൽ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 31 ആണ്, 31 ഇതിൽ വരും. 30 to 34ലാണ്, അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉണ്ട്, അഞ്ചാമത്തെ കട്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ. 20 to 24ൽ ടാലി എത്രയാണ്? 1 2 ആണ്, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 2. ഓക്കെ. ഇനി 25 to 29ൽ എത്രയാണ്? 5 10 10 കഴിഞ്ഞാൽ 11 ആണല്ലേ. ഇനി 30 to 34ൽ 5 10 ആണുള്ളത്. 35 to 39ൽ 5 10 ആണ്. 40 to 44ൽ 5 പിന്നെ ഒന്നും കൂടി ഉണ്ട്, അപ്പോൾ 6 ആണ്. ഇനി 45 to 49ൽ 1 ആണ്. ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 plus 10 20 ആണ്. 20 plus 6 26. 26 plus 2 28. 28 plus 1 29. 29 plus 11 40 ആണല്ലേ, അപ്പോൾ ടോട്ടൽ 40 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ. The heights in centimeter of 45 people who took part in a physical fitness test are given below. Make a frequency table. അതായത് താഴെ ഹൈറ്റ്സ് ആണ് തന്നിട്ടുള്ളത് 45 പീപ്പിൾസിൻ്റെ. ഓക്കെ. അപ്പോൾ ഇതിന് ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. ഫ്രീക്വൻസി ടേബിളിന് 3 കോളാണ് വേണ്ടതല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താ തന്നിട്ടുള്ളത് ഹൈറ്റ്സ് ആണല്ലോ, അപ്പോൾ ഹൈറ്റ്സ് എന്ന് എഴുതാം. പിന്നെ അടുത്തത് ടാലിയാണ്. അടുത്തതോ ഹൈറ്റ്സ് എന്തിൻ്റെയാണ്? ഓരോ പീപ്പിളിൻ്റെയാണ് അല്ലേ, അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ തന്നിട്ടുള്ള ഹൈറ്റ്സ് ഏതൊക്കെയാണ്? ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ ഹൈറ്റ് ഏതാണ്? 141 ആണ് ചെറിയ ഹൈറ്റ് എന്ന് തോന്നുന്നു. വലിയ ഹൈറ്റ് 179 ആണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ഹൈറ്റ്. ഓക്കെ. അപ്പോൾ 141 മുതൽ 179 വരെ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ നമ്പേഴ്സും നമുക്ക് ഈ ഇതിൽ ഓരോ ഹൈറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റില്ല, അപ്പോൾ ഓരോ ക്ലാസ്സസ് ആയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. 168.4 148.2 ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും വരുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലാസ് ആയിട്ട് എഴുതാം? ഏറ്റവും ചെറുത് 141 ആണല്ലോ, അപ്പോൾ നമുക്ക് 140 to 145 എന്നൊരു ക്ലാസ് എടുക്കാം. ഓക്കെ. 140 to 145. അടുത്തത് 145 to 150. അടുത്ത ക്ലാസ് 150 to 155. അടുത്ത ക്ലാസ് 155 to 160. അടുത്തത് 160 to 165. അടുത്തത് 165 to 170. അടുത്തത് 170 to 175. അടുത്തത് 175 to 180. ഓക്കെ. അപ്പോൾ ഏറ്റവും
വലുത് 179 ആയതുകൊണ്ട് ലാസ്റ്റ് 180 വരെ മതി, അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, ഇനി ടേബിൾ ക്ലോസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ടോട്ടൽ വേണം. ഓക്കെ, അപ്പോൾ ആദ്യത്തത് എന്താ 160 ആണ് അല്ലേ. 160 ഏത് ക്ലാസ്സിനകത്ത് വരിക? 155 to 160 വരില്ല അല്ലെ. 155 to 160 എന്ന ക്ലാസ്സിൽ ലാസ്റ്റ് വരുന്ന 160 അല്ലേ. അപ്പോൾ 160 അതിൽ വരില്ല, 160 അടുത്തതിലാണ് വരിക. ഓക്കെ, ഒരു ക്ലാസ്സിലെ രണ്ടാമത്തെ നമ്പർ ആ ക്ലാസ്സിൽ പെടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 160 വരും. 160 to 165 വരിക. അപ്പോൾ അതിൽ ഒരു ലൈന് വരയ്ക്കാം. അടുത്ത നമ്പർ 145 ആണ്. 145 ഇതിൽ വരും. 140 to 145 വരില്ല, 145 to 150 വരിക. അപ്പോൾ അതിൽ ഒരു ലൈൻ വരയ്ക്കാം. കാരണം എന്താ വെച്ചാൽ രണ്ട് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഉണ്ട് ഒരു ക്ലാസ്സിൽ അല്ലേ. ഫോർ എക്സാമ്പിൾ 140 145 എന്ന ക്ലാസ്സിൽ ആദ്യത്തത് 140, രണ്ടാമത്തെ 145 ആണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഈ ക്ലാസ്സിൽ വരില്ല. ഓക്കെ, അതായത് 145 വരെ എന്നാണ് അർത്ഥം. 145 അതിൽ പെടില്ല. ഓക്കെ, അപ്പോൾ 145 ഇതിൽ പെടും. 145 to 150 145 പെടുക. ഓക്കെ, അടുത്ത നമ്പർ 168 ആണ്. 168 ഇതിൽ വരും. 165 to 170 സോ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 156 ആണ്. 156 155 to 160 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 168.4 ആണ്. അത് ഇതിൽ വരും. അത് 165 to 170 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 170 ആണ്. 170 ഇതിൽ വരും. 170 to 175 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 163 ആണ്. 163 160 to 165 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 177 ആണ്. അത് 175 to 180 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 143 ആണ്. അത് 140 to 145 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 175 ആണ്. അത് 175 to 180 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 169 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 154 ആണ്. അത് 150 to 155 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 163 ആണ്. 163 160 to 165 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 176 ആണ്. അത് 175 to 180 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 160.3 ആണ്. അതിൽ വരും. 160 to 165 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 164 ആണ്. അത് 160 to 165 അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. അടുത്തത് 150 ആണ്. അത് 150 to 155 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 168 ആണ്. അത് ഇതിൽ വരും. 165 to 170 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 166 ആണ്. അതും 165 to 170 അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉള്ളതുകൊണ്ട് അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. അടുത്ത 148 ആണ്. അത് 145 to 150 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 154 ആണ്. അത് 150 to 155 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 159 ആണ്. അത് 155 to 160 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 164.5 ആണ്. അത് 160 to 165 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 165 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 155 ആണ്. അത് 155 to 160 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 148.2 ആണ്. അത് 145 to 150 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 158 ആണ്. അത് 155 to 160 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 174 ആണ്. അത് 170 to 175 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 169 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 168 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 165 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 170 ആണ്. അത് 170 to 175 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്ത 141 ആണ്. അത് 140 to 145 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 172.7 അത് 170 to 175 അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 179 ആണ്. അത് 175 to 180 വരിക. അപ്പോൾ അതിലൊരു ലൈൻ വരയ്ക്കാം. അടുത്തത് 167 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉള്ളതുകൊണ്ട് അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം.
അടുത്തത് 171 ആണ്. അത് 170 to 175 വരിക. അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉള്ളതുകൊണ്ട് അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ. അടുത്തത് 159 ആണ്. അത് 155 to 160 വരിക. അപ്പോൾ അതിൽ ഓൾറെഡി 4 ഉള്ളതുകൊണ്ട് അഞ്ചാമത്തെ കട്ട് ചെയ്തിട്ട് വരയ്ക്കാം. അടുത്തത് 167 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 171 ആണ്. അപ്പോൾ അത് 170 to 175 വരിക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 165 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 171 ആണ്. അത് 170 to 175 വരിക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 167 ആണ്. അത് 165 to 170 വരിക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 162 ആണ്. അത് 160 to 165 വരിക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് 171 ആണ്. അത് 170 to 175 വരിക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ നമ്പേഴ്സും കംപ്ലീറ്റ് ആയി. അപ്പോൾ 140 to 145 ടാലിയിൽ 2 ലൈൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ 2. 145 to 150 ടാലിയിൽ 3 ലൈൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ 3. ഇനി 150 to 155 3 ലൈൻസ് ആണ്. അപ്പോൾ 3. അടുത്തതിൽ 155 to 160 5 ആണ്. 160 to 165 5 6 7 ആണ്. 165 to 170 5 10 11 12 13. ഇനി 170 to 175 5 6 7 8. ഇനി 175 to 180 4 ആണ്. ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2 + 3 5 5 + 3 8 8 + 5 13 13 + 7 20 20 + 30 33 33 + 8 41 41 + 4 45 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ 45 പീപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ.